ഞാൻ എന്നെ പരിചയപ്പെടുത്തുന്ന മുമ്പ് നിങ്ങൾ കടന്നു കളഞ്ഞത്? എനിക്ക് ജനറൽ ഓഫീസിൽ ഒരു ബില്ല് മാറി കിട്ടാനുണ്ടായിരുന്നു. ഓഹോ, ആത്മപ്രശംസ എനിക്കിഷ്ടമല്ല. എങ്കിലും ചില സത്യങ്ങൾ പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ ഞാൻ തിഹാർ ജയിലിലായിരുന്നു. ജയിലിലാണോ ജോലി? ജോലിയല്ല, ഒരു കൊലക്കേസിൽപ്പെട്ടവിടെ കിടക്കായിരുന്നു. കുത്തും കൊലയും ഒക്കെ എന്റെ ബോംബെ ജീവിതത്തിലെ നിത്യ സംഭവങ്ങളാണ്. എത്രയോ പേരെ ഞാൻ കുത്തിയിട്ടുണ്ട്. എത്രയോ വർഷം ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട്. ബോംബെയിലെ അധോലോകം ദാമോദർജി എന്ന് കേട്ട ഞെട്ടി വിറയ്ക്കും. ആരാണ് അയാൾ? ഞാനാണ് അയാൾ. ശിവസേനക്കാരെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഏത് കൊലകൊമ്പനായ ശിവസേനക്കാരനായാലും ഒരാളുടെ മുമ്പിൽ മാത്രമേ അവിടെ മുണ്ടിന്റെ മടയിൽ കുത്തയച്ചിടാറുള്ളൂ. ആ ആളാണ് ഈ ദാമോദർജി. ബോംബെക്കാരൊക്കെ മുണ്ടും മടക്കി കുത്തിയാണോ നടക്കുന്നത്? അല്ല, ഈ മുണ്ടെന്ന് പറഞ്ഞാലേ ധോത്തി, പാളത്താറ്. ആത്മപ്രശംസ എനിക്ക് തീരെ ഇഷ്ടമല്ല. എങ്കിലും ഒരു സത്യം കൂടെ ഞാൻ പറയാം. വിശ്വവിഖ്യാതനായ ചാൾ ശോഭരാജനെ പണിക്കറിയോ? കേട്ടിട്ടുണ്ട്. എന്റെ ആത്മസുഹൃത്താണ്. എനിക്ക് ഇത്രയും വലിയ പാരമ്പര്യമൊന്നുമില്ല. പക്ഷെ വേണ്ടി വന്നാൽ ഒരാളെ കൊല്ലാൻ എനിക്ക് മടിയുമില്ല. സാബാഷ്. അച്ഛാ, ശക്തനായ പ്രതിയോഗികളാണ് എനിക്കിഷ്ടം. മിസ്റ്റർ പണിക്കർ, ആ ക്ലോക്കിലേക്ക് നോക്കൂ. ഇപ്പോ 11 മണിയായി. നിങ്ങൾക്ക് ഞാൻ 1 മണിക്കൂർ സമയം കൂടെ തരുന്നു. സിർഫ് 1 ഘണ്ട. ആ സമയം നിങ്ങളുടെ സാധനങ്ങൾ പാക്ക് ചെയ്യാനുള്ള സമയമാണ്. സമജാ? ഇവിടെ ഒരു ചോരക്കളം സൃഷ്ടിക്കാൻ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് പറയാണ്. കൃത്യം 12 അടിക്കുമ്പോൾ പണിക്കര് പുറത്തിറങ്ങിയിരിക്കണം. യാദ് രഖന, കൃത്യം 12 മണി. ठीक 12 बजे. नहीं तो मैं तुम्हें जिंदा नहीं छोड़ूंगा. समझा? जा. ഈ ഭൂതത്തെ താൻ ഇപ്പൊ പേടിച്ചാൽ ഈ ജന്മത്ത് തനിക്ക് അവരെ വീട്ടിൽ നിന്ന് ഇറക്കാൻ ഒക്കില്ല. ദാമോട്ടാ, കുഴപ്പമൊന്നും വേണ്ട ദാമോട്ടാ. चुप रहो बहन, मैंने बहुत देख चुका हूं. പെട്ടെന്നുള്ള ദേഷ്യത്തിന് അമ്മാവൻ എന്തെങ്കിലും ചെയ്തു കളയരുത്. ആ, നീ നിന്റെ അമ്മ പോലെ തുടങ്ങിയോ? ബോംബെയിലെ അധോലോക രാജാവാണ് ഞാൻ. തീരുമാനം ആയോ? ആയി. എന്താണ് ആ തീരുമാനം? ഗോപാലകൃഷ്ണ പണിക്കർ എന്ന ഹൗസ് ഓണർ അയാളുടെ വീട്ടിൽ തന്നെ താമസിക്കും എന്നാണ് ആ തീരുമാനം. ഏത് വീട്ടിൽ? ഈ വീട്ടിൽ, എന്റെ ഈ വീട്ടിൽ, അഹങ്കാരികളായ ഈ വാടകക്കാർ താമസിക്കുന്ന ഈ വീട്ടിൽ, RT ഓഫീസിലെ ക്ലർക്കായിരുന്ന എന്റെ അച്ഛൻ എന്റെ പേരിൽ എഴുതി വെച്ച ഈ വീട്ടിൽ.
ബേട്ടാ ധീരന്മാരെ അഭിനന്ദിക്കാൻ ഈ ദാമോദരജിക്ക് എന്നും സന്തോഷമുള്ളൂ. ആജായേ സർക്കാർ. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഒരു ആൺകുട്ടിയെ കണ്ടു. മുഖസ്തുതി എനിക്കിഷ്ടമല്ല. ദേഖോ, മിസ്റ്റർ പണിക്കരെ ഞാൻ ബോംബെയിലെ അധോലോകത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അവിടെ ഒരു ദാദയാകാം. ദാദോങ്ക ദാദ, വല്ലഭനക്ക് വല്ലഭൻ, ദാദോങ്ക ബീച്ച് മേ ഏക്ക് ബഡാ ദാദ. മറ്റൊരു സത്യം കൂടി വെളിപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ഈ ധൈര്യം? സാഹചര്യങ്ങൾ ഇത്രയാ സ്ഥിതിക്ക് ദാമോദരജി എന്നെ ഇവരെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടു തരണം. ജറൂർ ജറൂർ. എത്രയും പെട്ടെന്ന് ഇവരെ ഞാൻ ഒഴിപ്പിക്കാം. ഇനി നമ്മൾ ദോസ്തുക്കൾ സോജാവോ. കൽ സുബഹ 6 ബജെ മിലെംഗെ. കാലത്ത് 6 മണിക്ക് കാണാം. ആരാം കരോ, ആരാം കരോ.